ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റോബസ്റ്റ പഴം കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു റോബസ്റ്റ പഴം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസിന് റോബസ്റ്റ പഴം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഏതൊരു ചെറുപഴം കൊണ്ടും നമുക്ക് ജ്യൂസ് അടിക്കാവുന്നതാണ്. റോബസ്റ്റ പഴം ആകുമ്പോൾ അതിനൊരു പുളിപ്പൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റി ആയ ഒരു പഴമാണ്, നല്ലൊരു മധുരം കൂടുതലുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പഴം എടുത്തത്. ഇത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇനിയിപ്പോൾ ആ രണ്ട് പഴവും ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കിസ്മിസാണ്. കിസ്മിസ് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിരാൻ വെച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് അരിഞ്ഞ് പോയിക്കോളും. ഇനി ഇതിലേക്ക് ഞാനൊരു 10-12ഓളം വരുന്ന പിസ്ത എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വേണമെന്ന് നിർബന്ധമല്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതൊരു നട്ട്സും ഉപയോഗിക്കാം, കപ്പലണ്ടി ഉപയോഗിക്കാം, അതുപോലെ തന്നെ കാഷ്നട്ട് ഉപയോഗിക്കാം. എന്താണ് കയ്യിലുള്ളത് അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ മധുരത്തിനായിട്ട് വെറും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. കിസ്മിസിന് അത്യാവശ്യം മധുരമുണ്ട്, അതുപോലെ തന്നെ നമ്മളെടുത്ത പഴത്തിനും നല്ല മധുരമുണ്ട്. പിന്നെ ഇതിലേക്ക് തണുപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. അപ്പം ഞാനിതിലേക്ക് ഇപ്പോൾ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നോക്കാം, നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള 1 കപ്പ് പാലൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിൽമയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അത് തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്തത്. ഇപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല സ്പെഷ്യലായ ഒരു ജ്യൂസാണ്. അപ്പോൾ നമുക്കിവിടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ പിസ്തയുടെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു പിസ്ത ഫ്ലേവറും ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് കൂടിയാണ് വരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നോക്കാം, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നോക്കാം, നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. 2 പഴം കൊണ്ട് അടിച്ചപ്പോൾ കുറച്ച് തിക്കായിട്ട് കുറച്ചിങ്ങനെ ക്രീമി ആയിട്ടാണ്. ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ 1 പഴമാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ 2 കപ്പ് പാലൊഴിച്ച സമയത്ത് അത്രയും പാൽ വേണ്ടാന്നുണ്ടെങ്കിൽ 3/4 കപ്പോളം വരുന്ന വെള്ളം ചേർത്തിട്ടാണെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ലൂസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വലിച്ച് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഞാനിത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ എന്തെങ്കിലും നട്ട്സുകൾ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കുന്ന നേരത്ത് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ഐസ് ക്യൂബ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാല് നല്ല തണുപ്പിച്ചെടുത്ത പാലായതുകൊണ്ട് പിന്നെ ഒരുപാട് തണുപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. തണുപ്പൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി.